പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹാവദനങ്ങൾ. ഈ ദിവസം അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-21 വചനങ്ങൾ. അവൻ ലോകസ്ഥാപനത്തിനു മുൻപേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. In English, 1 Peter chapter 1 verse 20 and 21. He was chosen before the creation of the world, but was revealed in this last day for your sake. Through him you believe in God, who raised him from the dead and glorified him, and so your faith and hope are in God. നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും ദൈവത്തിൽ തന്നെ ആയിരിക്കണം. കാരണം നമ്മുടെ പിതാവായ ദൈവം ലോകസ്ഥാപനത്തിനു മുൻപേ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. He was chosen before the creation of the world. ലോകസ്ഥാപനത്തിനു മുൻപേ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത്. അതിൻ്റെ 19-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ വീണ്ടെടുപ്പ് നാം പ്രാപിക്കണമെങ്കിൽ, രക്ഷ പ്രാപിക്കണമെങ്കിൽ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ഏക മാർഗം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമേ നമുക്ക് വീണ്ടെടുപ്പ് ലഭിക്കുകയുള്ളൂ. ആമേൻ. അപ്പോൾ നമുക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ലോകസ്ഥാപനത്തിന് മുൻപേ തിരഞ്ഞെടുത്തു. മാത്രമല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. അപ്പോൾ ആർക്കു വേണ്ടിയാ ആമേൻ യേശു ക്രിസ്തു വെളിപ്പെട്ടത്? യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, വിശ്വസിക്കുന്നവരിലൂടെ ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ആമേൻ ആദ്യമേ നമ്മുടെ പിതാക്കളായ ആദാമും ഹവ്വയും അവർ പാപം ചെയ്തു. ആമേൻ. അത് തന്നെയാണ് റോമർക്കെഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നു. ഏകൻ്റെ അനുസരണക്കേടിനാൽ എല്ലാവരും പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ എല്ലാവരും നീതിമാന്മാരായി തീരേണ്ടതിന് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. സ്തോത്രം. എന്നാൽ ഇവിടെ നാം അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് എഴുതിയിരിക്കുന്നത്, ആമേൻ, ലോകസ്ഥാപനത്തിന് മുൻപേ ആമേൻ പിതാവായ ദൈവം നമുക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ തിരഞ്ഞെടുത്തു, നമുക്കായി നിയമിച്ചിരിക്കുന്നു. ആമേൻ. നമുക്ക് വേണ്ടിയാ ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടത്. സ്തോത്രം. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചു കൊള്ളേണ്ടതിന് ആമേൻ ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അപ്പോൾ യേശു ക്രിസ്തുവിനെ നമുക്കായിട്ട് ലോകസ്ഥാപനത്തിന് മുൻപേ ആമേൻ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തു മുന്നറിയപ്പെട്ടു. ആമേൻ. യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി. കാരണം നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും ദൈവത്തിലായിരിക്കേണ്ടതിന് അത് നമ്മെ ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും കഷ്ടപ്പാടുകൾ, വേദനകൾ, പ്രയാസങ്ങളിലൂടെ പിതാവായ ദൈവം അനുവദിച്ചിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൻ്റെ 10-ാം വചനത്തിലൊക്കെ നാം വായിക്കുന്നു, അവനെ തകർത്ത് കളവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി, അതുകൊണ്ട് അവനെ കഷ്ടം വരുത്തി. അപ്പോൾ എന്തുകൊണ്ടാണ്? നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്തു, നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി. ആ യേശു ക്രിസ്തുവിനെ തകർത്ത് കളയുവാനും പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നിയത് ആമേൻ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനാണ്. നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ആ ദൈവത്തിൽ തന്നെ ആയിരിക്കേണ്ടതിന്. അതിൻ്റെ അർത്ഥം നാം ഇന്ന് ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും ആമേൻ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആ ശക്തി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുമ്പോൾ, നാം ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ
ആ ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശ വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിശ്ചയമായി ഉണ്ടായിരിക്കും. മാത്രമല്ല, ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പുനരുത്ഥാനത്തിൻ്റെ ശക്തി പ്രാപിച്ച് രൂപാന്തരപ്പെട്ട് ആ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ല എങ്കിൽ നിശ്ചയമായി നിത്യനരകത്തിലേക്ക് നാം തള്ളപ്പെടുവാൻ ഇടയായി തീരും. ആയതിനാൽ ഇവിടെ നാം വായിക്കുന്നു, ത്രൂ ഹിം യു ബിലീവ് ഇൻ ഗോഡ്. നാം പലരും പറയാറുണ്ട്, നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു. പക്ഷെ ആരിലൂടെയാണ്? യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ രക്ഷയില്ല. ആമേൻ. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയത്തില്ല. ആയതിനാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക, യേശു ക്രിസ്തുവിനെ രക്ഷിക്കുക. ആമേൻ. സ്തോത്രം. വിശ്വസിക്കുക. യേശു ക്രിസ്തു നമ്മെ ഇന്നും സ്നേഹിക്കുന്നു, നമ്മെ രക്ഷിക്കും, നമ്മെ വിടുവിക്കും. ആമേൻ. നമുക്ക് രക്ഷ നൽകും, നമ്മെ സ്വർഗരാജ്യത്തിലെ പ്രവേശിപ്പിക്കുവാനിടയായിത്തീരും. യേശുവിൻ്റെ നാമം വിടുതലിൻ്റെ നാമം, യേശുവിൻ്റെ നാമം രക്ഷയുടെ നാമം, യേശുവിൻ്റെ നാമം സൗഖ്യത്തിൻ്റെ നാമം, യേശുവിൻ്റെ നാമം നമ്മെ ജയാളികളായി നടത്തുന്ന നാമം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമ്മളിവിടെ വായിക്കുന്നു, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നു, through him you believe in God who raised him from the dead and glorified him, and so your faith and hope are in God. നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ തന്നെ ആയിരിക്കട്ടെ. നിശ്ചയമായി കർത്താവ് നമ്മെ എല്ലാ നിലകളിലും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാം. യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1-ാം വചനം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഹൃദയം കലങ്ങിപ്പോകണ്ട, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാം. ആമേൻ. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. നിശ്ചയമായി ആമേൻ. നമുക്ക് വേണ്ടി സ്വർഗസ്ഥലങ്ങളിൽ യേശു ക്രിസ്തു പോയിരിക്കുന്നത് നമുക്ക് വേണ്ടി ഭവനം ഒരുക്കുവാനാണ്. അവിടെ നമ്മയും ചേർക്കുവാൻ യേശു ക്രിസ്തു വേഗം വരും. ആമേൻ. വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ആയിരിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ, അങ്ങ് സ്തോത്രം, അങ്ങ് സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തു, ഞങ്ങൾക്ക് വേണ്ടി അമ്മേൻ സ്തോത്രം മുൻനിയമിച്ചു, ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി. കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങിൽ തന്നെ വിശ്വാസവും പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കേണ്ടതിനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനും കർത്താവേ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് തേജസ് ധരിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ പൂർണ്ണമായി അങ്ങിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ പൂർണ്ണമായ അങ്ങിൽ പ്രത്യാശ വയ്ക്കുന്നു. കർത്താവേ, അപ്പം അങ്ങിൽ വിശ്വസിക്കുന്ന ആരും ലജ്ജിച്ചു പോയിട്ടില്ല. അമ്മേ, യഥാർത്ഥമായി അങ്ങിൽ പ്രത്യാശിക്കുന്നവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിട്ടില്ല. പൂർണ്ണമായ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും യേശു ക്രിസ്തുവിൽ കൂടിയുള്ള നിത്യരക്ഷയും സമാധാനവും സന്തോഷവും പ്രാപിച്ച് ജയത്തോടെ മുന്നേറുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. സകലമാന മുഖത്ത് പുകഴ്ചയും അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തോന്നി പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ.